ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ആർക്ക് വേണേലും എപ്പോൾ വേണേലും കാണാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ആഫ്റ്റർനൂൺ തോട്ട്, അതായത് ഈ നിമിഷം, അതായത് ഉച്ചയ്ക്ക് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെയും ഞാൻ ടാഗ് ചെയ്തേക്കാം. വീഡിയോയുടെ ഇടയിൽ വരുന്ന സൗണ്ടുകളൊക്കെ ഒന്ന് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസമൊക്കെ മഴയുള്ളൊരു ടൈമിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഴയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് കുറവുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് ആ വീഡിയോയിൽ പറയാൻ വിട്ടു പോകുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെക്കുന്നത്. അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ തന്ന സപ്പോർട്ടിനും സഹായത്തിനും എല്ലാം നന്ദി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തികൾ ഈ ഒരു സമയം ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം തുടങ്ങണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 10 ഓഫ് കപ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡിവൈൻ ലവ് ആണെന്ന് നിങ്ങളുടെ വ്യക്തികൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ച ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും തരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കാം. കാരണം ഏതെങ്കിലും തരത്തിൽ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക മെഡിക്കൽ ഫീൽഡിലോ എങ്ങനെയെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം കേട്ടോ. അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിലൊക്കെ ജോബൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കാം. അവർക്ക് എപ്പോഴും ഒരു പിൻഗാമികളുണ്ടെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ സ്വയം അവരൊരു എന്താ പറയുന്നത് നല്ലൊരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്നുള്ളൊരു ചിന്തയായിരിക്കാം അവർക്ക്. അല്ലെങ്കിൽ ഇവർ സമൂഹത്തിന് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ നല്ല കുടുംബ പേര് അങ്ങനെ നല്ല ഇതൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. എങ്ങനെയാണല്ലോ നിങ്ങൾ ആ സിറ്റുവേഷൻ നിങ്ങളുടെ ഇതിലെടുത്തോളാം കേട്ടോ. അപ്പോൾ ഈ വ്യക്തികൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡിവൈൻ ലവ് ആണ്, നിങ്ങളൊരു ദൈവം ഈ വ്യക്തികൾക്ക് കൊടുത്തതാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം. ഇതൊരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനൊക്കെ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. കാരണം ആ വ്യക്തികൾക്ക് അറിയാൻ ഒരു ധാരണയില്ല കേട്ടോ. കാരണം അവർക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയാസും ഇല്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സോൾമേറ്റ്സിനെ പറ്റിയിട്ട് അറിയായിരിക്കാം. പക്ഷെ ടിൻ ഫ്ലെയിം ഇങ്ങനെ കണക്ഷൻ അതുപോലെ ഇതുപോലെ ടാരോ ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ആ വ്യക്തിയുടെ ഒരു പാർട്ടാണെന്നും നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള സത്യം ഈ വ്യക്തികൾ മനസ്സിലാക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് പുതിയ ഐഡിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി വേറെ ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നുണ്ടോ? ഈ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുമായിരിക്കും. നിങ്ങളെയും ബ്ലോക്ക് ചെയ്തിരിക്കുമായിരിക്കാം. ചിലപ്പോൾ ഇവരായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവർ ഓർക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ അതായത് ഇവർ ബ്ലോക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് അഴിച്ച് നോക്കും. അപ്പം നിങ്ങൾ ബ്ലോക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കയറിയിട്ട് ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കയറിയിട്ട് ഇറങ്ങുന്ന സമയം ഫേസ്ബുക്കിൽ ഈ ടൈമൊക്കെ ഇവർ വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ സമയത്തും ഇവർ ചിന്തിക്കുന്നത് ഈ കയറും ഇത് നിങ്ങൾ എന്തായാലും ബ്ലോക്കാണ്. അപ്പം അല്ല അവർ ബ്ലോക്കാണ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ബ്ലോക്ക് ആകില്ല? നിങ്ങളും ബ്ലോക്ക് ആയിരിക്കാം. പല രീതിയിലുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കാം. അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവരൊരു ഫാദർ ആയിരിക്കാം, മദർ ആയിരിക്കാം. അങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ചുമരിലുള്ള ഒരു വ്യക്തികളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു കംഫർട്ട് സോണ്, അതായത് നിങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് എല്ലാ രീതിയിലും പറഞ്ഞു വന്ന എല്ലാ രീതിയിലും നിങ്ങളായിരുന്നു ഈ വ്യക്തിനെ ഹീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരുമ്പം ഇയാൾക്ക് അവിടെ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ചിലപ്പം ഒരുപാട് പ്രതിസന്ധികളുമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പം നിങ്ങൾ ഇയാളെ ഹീൽ ചെയ്ത് ഞാൻ രാവിലത്തെ കാർഡിലും പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അറിയാതെ ഹീലായി പോകുന്നുണ്ട് കേട്ടോ. 2 വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ അത്രത്തോളം നിങ്ങളിൽ ഒരു ബോണ്ടിങ് ഉണ്ടെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഒരു കണക്ഷനകത്ത് ഈ വ്യക്തി വ്യക്തികൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷന് ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈ വ്യക്തികൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സ്വപ്നം കാണുന്ന, ഒരുപാട് ലൈഫിനെ പറ്റിയിട്ട് ഒരുപാട് സ്വപ്നം കാണുന്ന ആളാണ് ഈ വ്യക്തികൾക്ക്. ഒരുപാട് ഇത് കാണുമായിരിക്കും, ഒരു ഇത്ര
ഉണ്ടാക്കണം, നല്ല വീട്, അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ്. പണം ഒരുപാട് സമ്പാദിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തികളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അവരതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രെയർ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ നേടാനും അവർ പ്രെയർ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 10 നമ്പർ, അതുപോലെ 3, എന്താണ് പറയുന്നത്, 2, അതുപോലെ വീണ്ടും നമുക്ക് എത്ര ഒരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറുകൾ അധികം കുറവാണ്. 3 പിന്നെയും വന്നിട്ടുണ്ട്, 2 നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാധാന്യമുള്ള നമ്പറുകളൊക്കെ ആയിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ സയൻസ് നോക്കുവാണെങ്കിൽ ഫയർ സൈൻ ഉണ്ട്, വാട്ടർ സൈൻ ഉണ്ട്, അതുപോലെ തന്നെ എർത്ത്, പിന്നെ വന്നിരിക്കുന്നത് ജെമിനി വന്നിട്ടുണ്ട്, വാട്ടർ സൈൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ, ജെമിനി. അതുപോലെ തന്നെ എർത്ത് സൈനാണ് കൂടുതൽ, വാട്ടർ സൈനും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സയൻസ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. സയൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ എനർജി ആയിട്ട് കണക്റ്റഡ് ആകുന്ന കാര്യം നിങ്ങൾ എടുക്കുക കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണോ, കാരണം നിങ്ങളുടെ ലൈഫിൽ ഞാനൊരു ഇത് പറഞ്ഞു തരാം. നിങ്ങൾ ഈ ഒരു സമയം ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ സ്ട്രോങ് ആണ്, അതെനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ സ്ട്രോങ് ആകുന്നതുകൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് ഇത്രയും ചേഞ്ച് ഉണ്ടാകുന്നത് കേട്ടോ. അല്ല നിങ്ങളിങ്ങനെ ചേസ് ചെയ്ത് പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികൾ ഇത്രയും മാറ്റം വരത്തില്ല, ഒരിക്കലും വരത്തില്ല. കാരണം ഇവർക്കറിയാം നിങ്ങൾ എത്ര ഇതാണെങ്കിലും നിങ്ങൾ പുറകെ തിരികെ ചെല്ലും എന്നറിയാം. പക്ഷെ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്ക് ഇപ്പോൾ സംശയത്തിന് അടിമകളായിരിക്കുകയാണെന്നാണ് കാണുന്നത് കേട്ടോ. ഈ ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോമഡിയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡും കൂടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സമയം അവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എപ്പോഴും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ്. അത് സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലേ. അപ്പം കാർഡിൽ അത് വരുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും ഈ പറയുന്ന എനിക്കുമുണ്ട്. അപ്പം അത് നമ്മൾക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ ഈ വ്യക്തികളുടെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനും. അതുപോലെ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്താലാണ് ഇനി നിങ്ങളെ തിരികെ സ്വന്തമാക്കാൻ പറ്റുക, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഡിവൈനിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനിലായിരിക്കാം, നിങ്ങൾ ആരെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയായിട്ടുള്ള റിലേഷനിലായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സമയം നല്ലതാകാൻ പോകുന്നു. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് സക്സസ് വരാൻ പോകുന്നു. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സമയം നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് തന്നെയല്ല, നിങ്ങളുടെ റിലേഷനിൽ തന്നെയല്ല, നിങ്ങൾ ഏതെങ്കിലും കരിയറായിട്ട് എന്തും ആയിക്കൊള്ളട്ടെ, ഈ ഒരു റിലേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം ചെയ്യുന്ന റിലേഷൻ ആയിരിക്കാം കേട്ടോ. ഈ വ്യക്തികളും അത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുതരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴാണ് എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട. ഡിവൈന് നന്ദി അർപ്പിക്കുക. കിട്ടിയതിൽ സൗഭാഗ്യം നൽകിയതിൽ നന്ദി എന്ന് അർപ്പിച്ചാൽ മതി കേട്ടോ. നിങ്ങളിലേക്ക് നിങ്ങളുടെ സമയത്ത് ഇത് വരുന്നതായിരിക്കും. ഫുൾ മൂൺ എനർജിയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് പേര് പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോഴത്തേനും ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ആ ഒരു സമയം നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതിരിക്കാനാണ്. കാരണം ഡൗൺ ആയി പോകുന്ന സമയങ്ങളൊക്കെയാണേ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നല്ല രീതിയിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എനർജി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം നിങ്ങൾ മാറാവോ അത്രത്തോളം നിങ്ങൾ മാറി. ഒരുപാട് സന്തോഷം. കാരണം ഇതൊരു ട്രാൻസ്ഫർമേഷൻ ഈ വ്യക്തിക്ക് ചേഞ്ച് ആവുന്നതിൻ്റെ കാര്യം തന്നെ ഇതാണ്. നിങ്ങളിങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വ്യക്തി ചിലപ്പം ഒരു റിയൂണിയൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് മാരേജ് ചെയ്യാനായിട്ട് ഇരുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് പോസിബിൾ ആണ്. അതല്ല നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ വേറെ ഏതെങ്കിലും രീതിയിൽ കമ്മിറ്റ്മെൻറ്റ് തരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പോസിബിൾ ആണ്. അതല്ല നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് എന്താ പറയുന്നത്, ഏതെങ്കിലും സിറ്റുവേഷൻസ് ഫാമിലി ഫാദർ മദർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 2 സിറ്റുവേഷൻ കൂടെ ആ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇട്ടിട്ട് ചീറ്റ് ചെയ്തിട്ട് പോയത്. നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയൊരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ചീറ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം പുള്ളിക്ക് ഈ സമയം എല്ലാം ഉണ്ടെങ്കിലും പുള്ളി നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ രീതിയിലും വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൂവ്മെൻറ്റുകൾ, അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഉള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കാണുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കാണുന്നില്ല പോലും നിങ്ങളുടെ എനർജി കിട്ടുന്നുണ്ടായിരിക്കാം. കാരണം എന്താ, എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല,
ഒരു ടിൻ ഫ്ലെയിം ഒക്കെയാണ്, ടെലിപ്പതി കണക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തി സ്വപ്നം കാണുന്നൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങളെ പറ്റിയിട്ട് മോശമായിട്ടൊക്കെ. ഈ പുള്ളിക്കൊരു സമാധാനവും ഇല്ലെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് കാരണം കൊണ്ടാണെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇനി വേറെ ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാണെന്നുള്ളൊരു സംശയം ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള, ചിലപ്പോൾ വല്ല പോസസീവ്നെസ് ഒക്കെ ഉള്ള ഒരാളായിരിക്കാം കേട്ടോ. ടോക്സിക് ഒക്കെ ആയിരിക്കാം. പോസസീവ്നെസ് നല്ല രീതിയിലുണ്ട് ഈ വ്യക്തികൾക്ക് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു ഡിവൈൻ, അതായത് ഡിവൈൻ കൊണ്ട് തന്നതാണെന്നും നിങ്ങളിപ്പോൾ നിൽക്കുന്ന എന്താണെന്നറിയാവോ, നിങ്ങളെ നല്ല രീതിയിൽ മാറ്റുന്ന ഒരു ഡിവൈൻ നിങ്ങളുടെ കൂടെയുണ്ട്. മനസ്സിലായോ? അതായത് നിങ്ങൾക്കൊരു നല്ല പവറാണ് നിങ്ങൾ ഈ ഒരു സമയത്ത്. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഇപ്പം നിങ്ങൾ നിൽക്കുന്നുള്ളൂ. നിങ്ങൾക്കൊരു നീതി വേണം. മനസ്സിലായി? ഈ വ്യക്തിക്ക് അത് അറിയാം. നിങ്ങൾക്കൊരു നീതി എന്തായാലും വേണം. ആ നീതിക്കനുസരിച്ചേ നിങ്ങൾ ഇനി നിൽക്കത്തുള്ളൂ. ചുമ്മാ പഴയ പോലെ ഒന്നും നിങ്ങൾ പോകാനൊന്നും നിങ്ങൾ തയ്യാറല്ല. കാരണം നിങ്ങൾക്ക് ആ നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഈ വ്യക്തിക്കും അത് മനസ്സിലാക്കാം. ചുമ്മാ ഒന്നും ചെന്നിട്ട് കാര്യമില്ല. അണ്ടർസ്റ്റാൻഡിങ് ഇനി വേണം. അടിത്തറ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇനി ഒരു കാര്യമുള്ളെന്ന് ഈ വ്യക്തികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു മാരേജ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയവരുടെ എനർജിയും, അതല്ല വാഗ്ദാനങ്ങൾ ലൈഫ് ലോങ് കൂടെ കാണുമെന്ന് പറഞ്ഞവരുടെയൊക്കെ എനർജിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചീറ്റ് ചെയ്തിട്ട് പോയതാണ്. ചീറ്റ് ചെയ്തിട്ട് പോയത് തന്നെയാണ് കേട്ടോ. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതാണ്. ചീറ്റ് ചെയ്ത് പോയവരുടെ എനർജിയാണ്. അവരിപ്പം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോ. 11 നമ്പർ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നു, 11 നമ്പർ കാണുന്നവർ ആ സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഏഞ്ചൽ നമ്പേഴ്സാണ് കേട്ടോ. അതുപോലെ തന്നെ 5, 3, 4, 2, 9, 6, 7 ഇതൊക്കെ പ്രാധാന്യം കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഫയർ സൈൻ, എയർ സൈൻ, എർത്ത് സൈൻ, വീണ്ടും എർത്ത്, അതുപോലെ തന്നെ കുറച്ച് സൗണ്ട് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊന്നും കൂടി ഒരു കുറച്ച് ഭാഗങ്ങൾ സൗണ്ട് കുറച്ച് എനിക്ക് റീ അപ്ലോഡ് ചെയ്യാനൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇതിൽ തന്നെ ഞാനിത് പറയുകയാണ്. കാരണം ഈ ഒരു സമയം ഈ വ്യക്തികൾക്ക് ഫിനാൻഷ്യലി വളരെ ലോസ് സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യലി ലോസ് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. പിന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്താലാണ് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നതെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അബണ്ടൻസ്, എന്താണ് സക്സസ് ആണ്. നിങ്ങൾ എന്താണോ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റ് ചെയ്തത് അതെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവന്നതാണെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പ് ഉള്ളപ്പോഴായിരിക്കാം നിങ്ങൾക്കും ഒരുപാട് സന്തോഷം, സമാധാനം. ഇതില്ലാത്തപ്പോൾ നിങ്ങൾക്കും ഒരു പാർട്ട് നഷ്ടമായത്, നിങ്ങൾക്കൊരു ശൂന്യാവസ്ഥയാണ് മൊത്തത്തിൽ. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇവർ തന്നെ ആയിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഈ സമയം നിങ്ങൾ ബ്ലോക്കാണ്. കാരണം ഈ വ്യക്തിക്ക് ഇവർക്ക് എന്തും കാണിക്കാം, നിങ്ങൾക്കൊന്നും കാണിക്കാൻ മേല അങ്ങനെ. പക്ഷെ നിങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ തിരിച്ച് കാണിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾ എന്താണ് ആകെ മൊത്തം ഇല്ലാതായ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. കാരണം ഇതെനിക്ക് തോന്നുന്നു റീയൂണിയൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ സെലിബ്രേഷൻ, അതുപോലെ മാരേജ് ഫിക്സ് ചെയ്തവർക്ക് മാരേജ് അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ പറ്റത്തില്ല, അത് അങ്ങനെയുള്ള ബന്ധമല്ല എന്നെങ്കിൽ അങ്ങനെ ലൈഫ് ലോങ് പോകുക. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, എനിക്ക് തോന്നുന്നു നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. അതുപോലെ ബാലൻസ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ദ വേൾഡ് കാർഡും ദ സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഈ വ്യക്തിയുടെ ലോകമാണെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് സക്സസ് ആകും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ചിലർക്കൊക്കെ സംശയം കാണുമായിരിക്കാം, ഈ വ്യക്തികൾ തിരികെ വന്നാലും സ്വീകരിക്കണോ എന്നൊരു ഡൗട്ട് കാണുമായിരിക്കും. അതുപോലൊക്കെ ചെയ്തിട്ട് പോയതാണ്. വിശ്വസിക്കാൻ പറ്റാത്തത്ര വന്നും പോയും നിന്നിട്ട് പറ്റിച്ചിട്ട് പോയവരൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും ഞാൻ പറയുന്നു, ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആകുന്ന ആർക്കാന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് എടുത്തോളൂ. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആകുകയും ചെയ്യും കേട്ടോ. കാരണം ഈ ഒരു ടൈമിൽ, ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടങ്ങുകയും ചെയ്യും, സക്സസ് ആകുകയും ചെയ്യും കേട്ടോ. അതുപോലെ നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഈ വ്യക്തി ഇത്രയും നാളും ഒരു ഡൗൺ ആയിട്ട് ഒരുപാട് ഇതിലൊക്കെ ബലം പിടിച്ചൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഈ സമയം ഈഗോ എല്ലാം മാറ്റി വെച്ച് നിങ്ങളിലേക്ക് നിങ്ങളെ തിരികെ കിട്ടാൻ
ഒരുപാട് കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാം എന്തൊക്കെ സംഭവിക്കുന്നതാണ്. ഒരുപാട് ഐഡിയാസ് പ്ലാൻ ചെയ്യുന്നുണ്ട് സക്സസ്സിലേക്ക് എത്താനായിട്ട് കേട്ടോ. അതുപോലെ നല്ല ഷാർപ്പ് മൈൻഡിലാണ് ഈ വ്യക്തി വരുന്നത്. അതുപോലെ തന്നെ ദ മജീഷ്യൻ കാർഡ് നിങ്ങളിലേക്ക് എത്രയും വേഗം വരും, ഒരു ആക്ഷൻ എടുത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തി വരാനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾ ഉടനെ തന്നെ തിരികെ വരുന്നതാണ് കാണിക്കുന്നത്. ഒരുപാട് പവർ ഉണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു സമയം. നേരത്തെ ആരെയെങ്കിലുമൊക്കെ പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ല. ഇപ്പോൾ സെൽഫ് കോൺഫിഡൻസ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്, വിൽ പവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം വരാനായിട്ട്. ഒരു മിറാക്കിൾ, ഒരു അപ്രത്യക്ഷമായ ഒരു സമയത്തായിരിക്കാം ഈ വ്യക്തി വരുന്നത്. ചില സമയത്തൊക്കെ ഈ വ്യക്തിക്ക് ഒരു ചലഞ്ചാണ് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്, ഈ വ്യക്തിക്ക് ഒരു ചലഞ്ചാണ്. എന്നാൽ പോലും ഈ വ്യക്തി അതിനെയൊക്കെ അതിജീവിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. 7 എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഫയർ സൈൻ, എയർ സൈൻ 2 തവണയുണ്ട്. അതുപോലെ തന്നെ 1 എന്ന നമ്പർ വന്നിട്ടുണ്ട്. പുതിയൊരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തോളൂ, 1 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താങ്ക് യു ഡിവൈൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഫലം ചെയ്യും കേട്ടോ. മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് ഫലം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും നല്ലൊരു റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. റെസിനേറ്റ് ആവാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. നിങ്ങളുടേതാണോ എന്ന് വിചാരിച്ച് മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. നിങ്ങളുടെ വ്യക്തികൾ എന്താണോ നിങ്ങളോട് കാണിച്ചത് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. ഡിവൈൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങളുടെ ഇന്നർ നിങ്ങൾക്ക് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ പറയുന്നത് സത്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് അത് സത്യമാണെന്നാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമഃശിവായ.